ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പഴുത്ത മാങ്ങ ഉപ്പ് തിരുമ്പ രണ്ട് തരത്തിലാണ് ഞാൻ ചെയ്യണത് കേട്ടോ. ഓരോ ഭാഗത്ത് ഓരോ പേരായിരിക്കും. ഞങ്ങളിവിടേക്ക് ഉപ്പ് തിരുമ്പ എന്നാണ് പറയുക. മാങ്ങ നന്നായിട്ട് കഴുകിയെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കണത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പഴുത്ത മാങ്ങ ആയതുകൊണ്ട് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുരുമുളകും പൊടിയും ഉപ്പും എല്ലാ ഭാഗത്തേക്കും ആവണ രീതിയിൽ മിക്സ് ചെയ്യണം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇപ്പോൾ പഴുത്ത മാങ്ങ ഉണ്ടാവുന്ന സമയമല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി രണ്ടാമത്തെ രീതിയിൽ ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് മാങ്ങ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക. കുറച്ച് മുളക് പൊടി വറുത്തെടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സാധാ മുളക് പൊടിയാണെങ്കിൽ കുറച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ നന്നായിട്ട് എരിയും. വറുത്തെടുത്ത മുളക് പൊടി മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുളക് പൊടിയും ഉപ്പും എല്ലാ ഭാഗത്തേക്കും ആവണ രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മുടെ മുളക് പൊടി ഇട്ട പഴുത്ത മാങ്ങ ഉപ്പ് തിരുമ്പിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. രണ്ട് രീതിയിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.